ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്, ഉടമ്പടിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ ക്ഷണിച്ചത് 2023 ജൂലൈയിലാണ്. ഞാൻ ജോലി സംബന്ധമായ ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടിയിലേക്ക് വന്നതെങ്കിലും ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഭൗതികമായ കാര്യങ്ങളല്ല, പ്രത്യുത പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരം പിടിച്ചുള്ള ഒരു ജീവിതയാത്രയാണ് ഉടമ്പടിയെന്ന്. അതിനുശേഷം എനിക്ക് ജോലിയിൽ കിട്ടിയ പ്രമോഷനും കാര്യങ്ങളും ഞാൻ ഇവിടെ ആദ്യം സാക്ഷ്യം പറയുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പരമായി എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ എനിക്ക് ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ മാനേജ്മെൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ഹൈക്കോ അല്ലെങ്കിൽ പ്രമോഷനോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് രണ്ടും വേണം. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് പ്രമോഷന് ഹൈക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷകാലമായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഉടമ്പടിയിലായതിനു ശേഷം ആ അസുഖം എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ആ ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കാല് പഴുത്ത് എനിക്ക് ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നടന്നിരുന്നത്. അതെനിക്ക് ഉടമ്പടിയിലായതിനു ശേഷം പൂർണ്ണമായും പരിശുദ്ധ അമ്മ ആ അസുഖം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ വർഷകാലത്ത് ചെളി അടിഞ്ഞുകൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ പുതുക്കലിൽ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ നല്ലൊരു വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന്. പരിശുദ്ധ അമ്മ കഴിഞ്ഞ ഉടമ്പടി 90 ദിവസം തീരുന്നതിന് മുന്നേ തന്നെ നല്ലൊരു കോൺക്രീറ്റ് റോഡ് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിൽ ഞങ്ങൾക്ക് വഴിയുടെ വീതി എന്ന് പറയുന്നത് 2.40 ആയിരുന്നു. അതിൽ ഞങ്ങൾക്കുള്ള വണ്ടി ഒരു 7 സീറ്ററിൻ്റെ വണ്ടിയാണുള്ളത്, ടാക്സി വണ്ടി. അപ്പോൾ അത് കയറി പോരുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2.40 എൽ ഷേപ്പിൽ കിടക്കുന്ന വഴിയിലൂടെ ഒരിക്കലും 7 സീറ്ററിൻ്റെ വണ്ടി കയറി പോകില്ല. പക്ഷേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയിൽ ഒപ്പിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ എനിക്ക് 7 സീറ്ററിൻ്റെ ആ വണ്ടി കയറി പോകുന്ന രീതിയിലുള്ള വഴി ഞങ്ങൾക്ക് നൽകണമെന്ന്. അതിൻ്റെ ഫലമായി ആ ഓണർ വന്ന് ഞങ്ങളോട് വണ്ടി വളക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ പറയുകയും നല്ലൊരു വഴി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ നൽകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം മെഡിക്കൽ കോളേജുകളിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ പൊതിച്ചോറും അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ദശാംശം ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പിശുക്കിയാണ്. എനിക്ക് 5 പൈസ പൊട്ടിക്കുന്ന എനിക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം എനിക്കൊരു ബോധ്യമുണ്ടായി, എനിക്ക് കിട്ടുന്ന സാലറി അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അതിലൊരു പങ്ക് സഹായം ആവശ്യമുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. മിജി ബിജു എന്ന ഈ മകൾ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ പരിശുദ്ധമ്മ കരം പിടിച്ച് നടത്തുകയും ജീവിത വിഷയങ്ങൾ ശുഭകരമാക്കി പര്യവസാനിപ്പിക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് അസാധ്യമെന്ന് കരുതിയത് പോലും ചോദിക്കാതെ തന്നെ അമ്മയുടെ ഇടപെടലിൽ ആ ജീവിത വിഷയങ്ങൾ ഏറ്റവും ശാന്തമായി ഗുണകരമായി പരിഹരിച്ചതിൻ്റെ സാക്ഷികളാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഒരാൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു എന്നതിനർത്ഥം മെറിറ്റ് തീർന്നുവെന്നാണ്. നമ്മൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു രാജിവെക്കലിലൂടെ പിന്നീട് അവിടെ നമുക്ക് യാതൊരു മെറിറ്റുമില്ല. അവിടെ തന്നെ വീണ്ടും ശമ്പളം മികവോടുകൂടി ജോലിയിൽ തുടരുവാനുള്ള വഴി തുറക്കുക എന്നതാണ് ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നത്. മകൾ രാജിക്കത്ത് കൊടുക്കുമ്പോഴും മകൾ എഴുതി വയ്ക്കുന്നത് അവിടെ തന്നെ തുടരുവാനുള്ള വഴി അമ്മ മാതാവ് പ്രശ്നങ്ങൾ പരിഹരിച്ച് തുറന്നു തരണം എന്നതായിരുന്നു.
രാജിക്കത്ത് കൊടുത്ത് തൻ്റെ മെറിറ്റ് മുഴുവനും സീറോയും മൈനസും ആക്കിയ വ്യക്തിക്ക് പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ അവൾക്ക് ശമ്പള വർധനവും ജോലിയിൽ അല്പം കൂടി കയറ്റം നൽകിക്കൊണ്ട് അവിടെ തന്നെ സ്ഥിരപ്പെടുത്തി എന്നത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് മാനുഷികമായിട്ടല്ല, ദൈവികമായി ലഭിച്ച ഒരു അനുഗ്രഹമായി മകളതിനെ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, അത് പൊതുവായ ധാരണയിലുള്ളതാണ്. 2.40 മീറ്റർ വീതിയിലുള്ള റോഡ് എന്നത്. അവിടെയും പ്രത്യേകിച്ച് മെറിറ്റൊന്നുമില്ല. മെറിറ്റ് അവിടെ സീറോയാണ്. അവകാശപ്പെടുവാനും ചോദിക്കുവാനും നമുക്ക് യാതൊരു കാര്യവുമില്ല. കാരണം പൊതുവായിട്ടുള്ളതെന്തോ ന്യായമായിട്ടുള്ളതെന്തോ അതവിടെ എല്ലാവർക്കും വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെറിറ്റ് സീറോയാകുമ്പോൾ ദൈവസന്നിധിയിലാണ് പിന്നീട് നമുക്ക് ഇടപാടുള്ളത്. അതാണ് മകൾ പറയുന്നത്, ചോദിച്ചാൽ തരണമെന്നില്ല, അവകാശത്തിന് വരണമെന്നില്ല, എങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ ഈ റെൻ്റ് കാർ അത് അകത്തേക്ക് സുഗമമായി വരുന്ന വിധത്തിൽ ഈ വിഷയമൊന്ന് ഏറ്റെടുത്ത് പരിഹരിക്കണം. അത് ആളുകളോട് സംസാരിച്ച് വാദിച്ച് തർക്കിച്ച് നേടുന്നതിനപ്പുറം ദൈവകരങ്ങളിലേക്കൊരു വിഷയം വിട്ടുകൊടുക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി എന്തെന്ന് ഈശോയ്ക്കറിയാവുന്നത് കൊണ്ട്, അമ്മ കാണുന്നത് കൊണ്ട് കാനായിലെ കുറവിനെ തീർക്കുവാൻ വേണ്ടി ഇടപെട്ട് സഹായിച്ച അതേ മനസ്സ് നമ്മുടെ ജീവിത പ്രശ്നത്തിന്മേൽ അമ്മ ഇടപെടുകയും നമുക്കതൊരു വരുമാനത്തിൻ്റെ മാർഗമാണെന്നും നമുക്ക് ആ വാഹനം സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട കാര്യമുണ്ടെന്നും അതിന് വേണ്ടതെന്തോ അത് പരിഹരിച്ചു തരുവാൻ അമ്മ ഇടപെടുന്നതാണ്. മകൾ പറയുന്നത്, ആരാണോ സ്ഥലത്തിൻ്റെ ഉടമസ്ഥര് അവർ വാഹനം സുഗമമായി കയറും വിധം ആ റോഡിൻ്റെ വീതി കൂട്ടിത്തരികയും അത് ആ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നാം വയ്ക്കുന്ന ഉടമ്പടി നിയോഗങ്ങൾ വ്യത്യസ്തമാണ്. അത് ചിലപ്പോൾ നമുക്ക് പോലും യാതൊരു തരത്തിലും മെറിറ്റില്ലാത്തതാണ്, നമ്മുടെ കണ്ണിൽ പോലും പരിഹാരമില്ലാത്തതാണ്. എങ്കിലും കണ്ണിൽ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കണം, ചോദിക്കുന്നതിന് മുമ്പേ അവനത് അറിയുന്നുണ്ട്. നിനക്കിത് അത്യാവശ്യമാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിനത് ഗുണകരമാണെങ്കിൽ, നീ ചോദിക്കുന്നത് വിശുദ്ധിയോടുകൂടെയാണെങ്കിൽ ആ വിഷയത്തിന്മേൽ തീരുമാനമെടുത്ത് തരുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ട്, ഒരിക്കലും നിരസിക്കില്ല. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഗ്യാരൻറ്റി. ഉടമ്പടിയിൽ നമ്മൾ ദൈവാശ്രയത്വത്തോടെ ഉടമ്പടി വിശ്വസ്തയോടുകൂടിയാണ് ഒരു വിഷയം ഏൽപ്പിക്കുന്നതെങ്കിൽ അതിന് ലോകം കാണുന്ന പരിഹാരമല്ല, ദൈവത്തിന് മനസ്സുരുക്കി മാനസാന്തരം കൊടുത്ത് ജീവിത വിഷയങ്ങളെ പരിഹരിക്കുവാനുള്ള വഴികളറിയാം. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. അതിൻ്റെ 2 സാക്ഷ്യങ്ങളാണ് മകൾ വാക്കുകളിലൂടെ പങ്കുവെച്ചത്. എൻ്റെ മെറിറ്റ് സീറോയാകുമ്പോഴും ദൈവത്തിൻ്റെ ഗ്രേസ് 100% എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.